പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ഇതുവരെ 20 പേരാണ് അറസ്റ്റിലായത്. പിടിയിലായവരെ തെളിവെടുപ്പിന് ശേഷം കോടതിയിലെത്തിക്കും. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, 3 പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ശ്രീജിത്ത്? അത് ഇന്നലെ രാത്രിയിലെ നമ്പറാണ് 3 പേർ എന്നത്. അതിന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് 9 എന്ന നമ്പറിലേക്ക് മാറിയിരിക്കുന്നു. കൂടുതൽ ആളുകളെ വീണ്ടും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെ, അതുപോലെ ഇന്ന് പുലർച്ചയോടുകൂടി കുമ്പഴ, മൈലപ്ര മേഖലയിൽ നിന്ന് ചിലരെ കസ്റ്റഡിയിലെടുത്തു എന്ന പ്രാഥമികമായ വിവരം ലഭിക്കുന്നുണ്ട്. അവരിപ്പോൾ പത്തനംതിട്ട, നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് സെല്ലിൽ ഉണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ കൂടാതെ ഇതിൽ ഒരു ജുവനൈലായ ഒരാൾ കൂടിയുണ്ട്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടിയുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതികളെ അന്വേഷിച്ച് പോലീസ് സംഘം പല മേഖലകളിലായി തിരിഞ്ഞ് അന്വേഷണം തുടരുകയാണ്. പല മേഖലകളിലും ഇപ്പോഴും അന്വേഷണ സംഘം ഉണ്ട്. ഇന്നെന്തായാലും പ്രധാനമായും പെൺകുട്ടിയെ ഒരു തവണ കൂടി കൗൺസിലിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മഹിളാ ഭവനിലാണ്, മന്ദിരത്തിലാണ് ആ പെൺകുട്ടി ഇപ്പോഴുള്ളത്. ആ പെൺകുട്ടിയെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഇന്ന് കൂടി ഒരു സംഘം കൗൺസിലിംഗ് നടത്തും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഏതെങ്കിലും പ്രതികളുണ്ടോ അല്ലെങ്കിൽ വിട്ടുപോയ എന്തെങ്കിലും എലമെൻസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കും. എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞ 64 പേരുകളിൽ ഏതാണ്ട് 40-ലധികം വരുന്ന പേരുകൾ പോലീസ് ഇതുവരെ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. പ്രതികൾ ആരും തന്നെ പുറത്തേക്കോ അല്ലെങ്കിൽ സ്ഥലം വിടാനുള്ളൊരു സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം പോലീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടരുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് ഇന്ന് കൂടുതൽ ഉണ്ടാകും. അത് ഒരു ഉച്ചയോടുകൂടി അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. 2 പേർ ഇന്നലെ അറസ്റ്റിലായ 15 പേരിൽ 2 പേരെ, ഒരാളെ കൊല്ലത്തേക്കും ഒരാളെ തിരുവനന്തപുരത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ആ പ്രദേശത്താണ് ഈ കേസ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ ബസ് കണ്ടക്ടറാണ്. എന്തായാലും അയാളെയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും, കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കും. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 9 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇതിലൊരു പ്രായപൂർത്തിയാകാത്ത ആളുമുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏറ്റവും പുതിയ വിവരം 9 പേർ കൂടിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്നു. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളും കൂടി ഉണ്ട് എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന്.